എങ്ങനെയുണ്ട് ബ്രോ? ഫാമിലി മൂവിയാണ്. ആ നല്ലൊരു മൂവിയാണ്. ഫസ്റ്റ് വാച്ചാ. നല്ലൊരു മെസ്സേജാണ് പടം. നല്ലൊരു മെസ്സേജാണ്. രണ്ടുപേരുടെയും ലൈഫ് ഓക്കെ ബ്രോ എങ്ങനെയുണ്ട്? നല്ല സിനിമ. ആ പടത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? പടം ഒരാളുടെയും ഭാഗത്ത് നോക്കുമ്പോൾ അവരുടെ ശരിയാണ് അങ്ങനെയൊക്കെ. എങ്ങനെയുണ്ട്? സൈജു കുറുപ്പൊക്കെ എങ്ങനെയുണ്ട്? നല്ലൊരു മെസ്സേജാണ് പടം തരുന്നത്. നല്ല പടം. സൈജു കുറുപ്പ് എങ്ങനെയുണ്ട് ചേട്ടാ? നന്നായിട്ട്. അഭിലാഷം ഒരു ചെറിയ സിനിമയാണ്. പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ദിവ്യ പ്രണയമൊക്കെ കാണിച്ചിട്ടുള്ള സിനിമയാണ്. പിന്നെ അത് ഇന്നത്തെ കാലത്തത് ഏക്കില്ല, അതൊന്നും കാണാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് ആരും ഇല്ലായിരുന്നു, വളരെ 2-3 ആൾക്കാരാണ് ഉണ്ടായത്. പിന്നെ ഒരു കുഞ്ഞു സിനിമ, നമുക്ക് വേറെ ബോറിംഗ് ഒന്നും ഇല്ലാതെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മെസ്സേജിന് ദിവ്യ പ്രേമം, നഷ്ടപ്രണയം എന്നൊക്കെ പറയില്ലേ, പറയാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന അതിൽ പ്രണയം ഒരു മോശപ്പെട്ട ഒന്നുമില്ല, വളരെ ഒരു സത്യസന്ധമായിട്ട് നമുക്ക് നടക്കുന്ന കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും ഉള്ള സിനിമയൊന്നും അല്ല. അതെ, അങ്ങനെയാകുമ്പം വളരെ ക്ലീനായിട്ടുള്ള ഒരു സിനിമയാണ്. ഇങ്ങനെയുള്ള സിനിമകൾ വേണം ആൾക്കാർ വന്ന് കാണാൻ. പക്ഷേ ആർക്കും ഇതൊന്നും ഇഷ്ടമല്ല, വെടി പോകുക. പിന്നെ ഇത് വേറെ വലിയ വലിയ അവകാശങ്ങൾ തള്ളൊന്നും ഇല്ലാതെ വന്ന ഒരു കുഞ്ഞു സിനിമ, ഒരു നല്ലൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിൽ നല്ല പാട്ടുകളുണ്ട്, നമ്മളെ തട്ടത്തിൻ മറയത്തെ സിനിമയിലെ പാട്ടുകൾ പോലെ, അല്ലെങ്കിൽ 1990-കളിലെ നമ്മുടെ ആൽബങ്ങളൊക്കെ ഇല്ലേ, അതിൽ അതുപോലത്തെ കുറച്ച് നല്ല പാട്ടുണ്ട്. എങ്ങനെയുണ്ട് എല്ലാവരും അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയം സൈജു കുറുപ്പും തന്നെയും രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കൂടെയുള്ള എല്ലാവരും. അർജുൻ അശോകനോ? അർജുൻ അശോകൻ ഈ പറഞ്ഞ പോലെ അർജുൻ അശോകൻ പുള്ളിയുടെ സ്ഥിരം ടൈപ്പ് അമ്മാതിരി ഒരു റോളായിട്ടാണ് ഫീൽ ചെയ്തത്. വേറെ ഒരു പ്രത്യേകിച്ച് വെറൈറ്റി ഒന്നുമില്ല. പുള്ളി ഈ രോമാഞ്ചത്തിലും എന്ന് സ്വന്തം പുണ്യാളനൊക്കെ കാണിച്ചിട്ടുള്ള അതുമാതിരി ഒരു കഥാപാത്രം. ഇത് ക്ലാഷ് ചെയ്യാൻ പറ്റിയ സിനിമയൊന്നുമല്ല, ഒരു കുഞ്ഞു സിനിമ. മത്സരിച്ച് നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ പലപ്പോഴും ഓരോ സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോഴും ഈ പറഞ്ഞ പോലെ അതിൻ്റെ നിർമ്മാതാക്കളെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ അത് എന്താവും, അതിൻ്റെ ഒരു ഈ സിനിമയുടെ ഒരു പ്ലോട്ട് അയാളോട് പറഞ്ഞു കൊടുക്കുമ്പം അതിൻ്റെ ഭാവി എന്താവുമെന്ന് പുള്ളിക്ക് അവർക്ക് തന്നെ ഊഹിക്കാൻ പറ്റും. പക്ഷേ ഒന്നും അറിയാതെ സിനിമയെക്കുറിച്ച് കഥ പോലും കേട്ടിട്ടില്ലാത്ത, അതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ലാതെ സിനിമ പോയി എടുക്കുന്ന പലപ്പോഴും സങ്കടം തോന്നാറുണ്ട് ഈ നിർമ്മാതാക്കളെ കുറിച്ച്. അവർക്ക് ഈ പറഞ്ഞ പോലെ അവരൊക്കെ കാലിത്തൊഴുത്തിലാവും, അല്ലെങ്കിൽ കുടുംബം വിറ്റ് വാടക വീട്ടിലാവും എന്നൊക്കെയാണ് ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകണം. അങ്ങനത്തെ ഒരു സിനിമ നിർമ്മാതാക്കൾ ഈ പറഞ്ഞ പോലെ പലരും ചെന്ന് കുഴി ചാടിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഒരു ചെറിയ സിനിമ അത്രയേ ഉള്ളൂ. 10ൽ ഞാനൊരു 5 കൊടുക്കാൻ പറ്റും. സിനിമ വേറെ മോശപ്പെട്ട ഒന്നുമില്ല, ഒരു നല്ല ഒരു റംസാൻ കാലത്ത് ഈ പറഞ്ഞ പോലെ മുസ്ലിം കഥാപാത്രം അതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പുണ്യമായിട്ടുള്ള റംസാൻ മാസത്തിൽ കാണിക്കാൻ പറ്റിയ ഒരു കൊച്ചു സിനിമ.